നമസ്കാരം. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിനെത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗമായ SPG വലിയ രീതിയിൽ പരിശോധനയൊക്കെ നടത്തും എങ്കിലും കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന് വരുമ്പോൾ ഒരു ത്രിതല പരിശോധനയാണ് ഒരുക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ സന്ദർശനത്തിന് വരുമ്പോൾ. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷം അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ മോദി ഉൾപ്പെടെയുള്ള പ്രധാന BJP നേതാക്കൾ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മോദി സന്ദർശനത്തിനെത്തുമ്പോൾ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും ഉണ്ടാക്കുക. നിലവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പെപ്പർ സ്പ്രേയുമായി എത്തിയ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം നടന്നത്. തിരുവനന്തപുരം കൽപ്പാളയം ജംഗ്ഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന സ്പ്രേ കുപ്പി ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയത്. തുടർന്ന് കരമന പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെ മാറ്റി. ബോംബ് സ്ക്വാഡ് യുവാവിന്റെ പക്കൽ നിന്നും പെപ്പർ സ്പ്രേ കണ്ടെത്തിയതോടെ വലിയ രീതിയിൽ ഒരു പരിഭ്രാന്തി തന്നെ ആദ്യം സൃഷ്ടിക്കുകയുണ്ടായി. കരമന സ്റ്റേഷനിൽ യുവാവിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ പെപ്പർ സ്പ്രേ സഹോദരിക്ക് നൽകാനായി കൊണ്ടുവന്നതാണെന്നും ഇയാൾ പറഞ്ഞതായി പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയിൽ സ്ഫോടക വസ്തുക്കളോ മറ്റ് ആയുധങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ബോംബ് സ്ക്വാഡാണ് യുവാവിന്റെ പക്കൽ നിന്നും സ്പ്രേ കുപ്പി കണ്ടെത്തിയത്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുരക്ഷാ വലയം ഭേദിച്ചാണ് യുവാവ് പെപ്പർ സ്പ്രേയുമായി എത്തിയത് എന്നാണ് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിക്കുന്നത്. കൽപ്പാളയം ജംഗ്ഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് കൈവശം പെപ്പർ സ്പ്രേ ഉണ്ട് എന്ന് വ്യക്തമായത്. ഉടൻ തന്നെ ഇയാളെ കരമന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള മേഖലയിൽ ഇത്തരമൊരു വസ്തുവുമായി എത്തിയത് എന്തിനാണ് എന്ന കാര്യത്തിൽ പോലീസ് ഗൗരവമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ മുൻകാല ചരിത്രവും ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സംഭവത്തെപ്പറ്റി സംസ്ഥാന പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി യുവാവിനെ നേരിട്ട് ചോദ്യം ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇതിനെയും അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. യുവാവിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയതായാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെ ആളുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആസൂത്രിതമായ നീക്കമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമാക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി വേണമെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. റോഡ് ഷോയിൽ പങ്കെടുത്തവരിൽ പലരും യുവാവിനെ തടഞ്ഞു വച്ചതായും വിവരമുണ്ട്. അസ്വാഭാവിക പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നതും അങ്ങനെ പോലീസ് അവിടെ എത്തി ആ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. യുവാവിന്റെ ഫോൺ രേഖയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സൈബർ സെല്ല് പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന VIP സന്ദർശനങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത.